മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നാണ് അല്ലേ? നമ്മൾ പറഞ്ഞ വിഷയമാണ് അതൊക്കെ. എന്നാലും ഒരു ഉണർത്തൽ, മക്കത്തുണ്ടോ മദീനത്തുണ്ടോ. മക്കേ മദീന മാത്രമല്ല, ഒരുപാട് അറബ് രാജ്യങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ആഘോഷിക്കുന്നുണ്ട്. UAE-യിലൊക്കെ ജായിസത്തുൽ ബുർദ എന്ന് പറയുന്ന ബുർദ അവാർഡ് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ്, ലക്ഷക്കണക്കിന് ദിർഹമാണ് അവാർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മക്കത്തും മദീനത്തും പല വീടുകളിലും ഭംഗിയായി നടക്കുന്നുണ്ട്. ഗവൺമെന്റ് നടത്തുന്നില്ല. എന്താ അതിന്റെ കാരണം? 1925 ശേഷമാണ് ഇങ്ങനെ ആയതെന്നേ. ഉസ്മാനി ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഫലസ്തീനെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടെ ഹിജാസിന്റെ അധികാരം കയ്യിലേക്ക് വന്നപ്പോ അവിടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പാക്കി, മക്ബറകൾ പൊളിച്ചു കളഞ്ഞു, മൗലിദാഘോഷം നിർത്തലാക്കി. കേവലം 100 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഭംഗിയായി നടന്നിരുന്നു. കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും ഭംഗിയായി മൗലിദ് നടന്നിരുന്നു. അപ്പൊ മക്കത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് അമല് ചെയ്യാൻ ഇസ്ലാം പറയണില്ല. അവിടെ ആര് ഭരിക്കുന്നു അവരുടെ കയ്യിലാണ് സംഗതി. നബി ജനിച്ച നാട്ടിലില്ലല്ലോ എന്നൊക്കെയാണ് വലിയ പ്രഖ്യാപനം. നബി ജനിച്ച നാട്ടിൽ ഉണ്ടായിരുന്നു. 100 കൊല്ലം മുമ്പ് വരെ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഭംഗിയായി നടന്നിരുന്നു. ഇവരുടെ കൈ, അതായത് ആര് ഭരിക്കുന്നു അവരുടെ ഇഷ്ടം നടപ്പാക്കും. എന്തിനേറെ മക്ക ഹറം ഷിയാക്കൾ ഭരിച്ചിരുന്നു. അന്ന് ഹജറുൽ അസ്വദ് 6 കൊല്ലത്തോളം മക്കത്തുണ്ടായിരുന്നില്ല, ഇറാനിൽ കൊണ്ടുപോയി വെച്ചേക്കായിരുന്നു. 6 കൊല്ലം ഹജറുൽ അസ്വദ് ഇറാനിലായിരുന്നു. അപ്പൊ നിങ്ങൾ പറയോ മക്ക ഭരിച്ചവർ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതുകൊണ്ട് അന്ന് ഷിയാക്കൾ ഭരിച്ചതും ശരിയാണ്, ഹജറുൽ അസ്വദ് ഇരിക്കേണ്ടത് ഇറാനിലാണ് നിങ്ങൾ പറയൂ? ഇല്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടം, അവരുടെ ഭരണാധികാരികൾ അവർക്ക് ഇഷ്ടം അവിടെ നടപ്പാക്കുന്നു. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് ഖുർആനുണ്ട്, സുന്നത്തുണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്. എല്ലായിടങ്ങളും പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അത് അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ചിഹ്നമാണ്, നിങ്ങൾ ആഘോഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ലും അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങൾ എടുത്തു പറയണേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പുണ്യനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ റഹ്മത്ത്? ഐ റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ റഹ്മത്ത്. ആ റഹ്മത്തിനെ നിങ്ങൾ എടുത്തു പറയണം. ഫഫ്യഫ്റഹു, നിങ്ങൾ ആഘോഷമാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ.